അതേ തുടർന്ന് ഈശോ തന്നെ തന്റെ പരസ്യ ജീവിതത്തില് ഈ ദൈവത്തിന്റെ കൃപ സ്വീകരിക്കാനായിട്ട് കൂദാശകൾ സഭയിലൂടെ സ്ഥാപിച്ച് നൽകിയിട്ടുണ്ട്. കൂദാശ സ്വീകരിക്കുന്നത് അവൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ദൈവകൃപയുടെ സ്വീകരണമാണ്. സഭയിലൂടെ നൽകപ്പെടുന്ന പ്രബോധനങ്ങൾ അവൻ പറയുന്നതനുസരിച്ച് സഭ നിശ്ചയിച്ചിരിക്കുന്ന ആളുകളിലൂടെ ദൈവഹിതമെന്തെന്ന് നമ്മളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ അവൻ പറയുന്നത് കേൾക്കാൻ നമ്മുടെ മുന്നിൽ അനേക മാർഗങ്ങൾ നിലനിൽക്കുകയാണ്. അത് ദൈവിക വെളിപാടുകളായി നമ്മുടെ മുന്നിലുണ്ട്. അത് വൈദികരായിട്ടും സന്യസ്തരായിട്ടും കുടുംബജീവിതം നയിക്കുന്നവരായിട്ടും നമ്മൾ സഭയുടെ അംഗങ്ങളായി കൂദാശ സ്വീകരിക്കുമ്പോഴും നമ്മൾ തിരുവചനങ്ങൾ വായിക്കുമ്പോഴും ഈ ഇടവകയുടെ ശുശ്രൂഷകളിൽ നമ്മൾ പങ്കുചേരുമ്പോഴും ഒക്കെ ഇതായിരിക്കണം നമ്മുടെ മുന്നിലുള്ളത്. അവൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുക. നമ്മുടെ കുടുംബത്തിന്റെയും സഭയുടെയും ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുക. കുടുംബത്തിലുള്ളത്, സമൂഹത്തിലുള്ളത്, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക, മറ്റുള്ളവർക്ക് സന്മാർഗങ്ങൾ കൊടുക്കുക. ഇതെല്ലാം അവൻ പറയുന്നതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ്. പരിശുദ്ധ അമ്മയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ അമ്മയെ കുറിച്ച് വെളിപാടിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഈ പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വാഗ്ദാന പേടകം എന്ന അർത്ഥത്തിലാണ്. പഴയ നിയമത്തിലെ വാഗ്ദാന പേടകം ദൈവം ഇസ്രായേൽ ജനത്തിന് കൽപ്പനകൾ കൊടുത്തു. ജീവിത പ്രമാണങ്ങളായി അതനുസരിച്ച് ദൈവത്തിന്റെ ഒരു സാന്നിധ്യമായിട്ടും ദൈവം തങ്ങളോട് സംസാരിക്കുന്നതായിട്ടും സൂചിപ്പിച്ചുകൊണ്ട് ഈ ഇസ്രായേൽ ജനങ്ങൾ എവിടെയൊക്കെ യാത്ര ചെയ്തോ അവിടെയൊക്കെ ഈ വാഗ്ദാനത്തിനായി മോശയ്ക്ക് നൽകിയ ഈ കൽപ്പനകൾ വഹിച്ചുകൊണ്ട് അവർ യാത്ര ചെയ്തു. ഇത് ദൈവ സാന്നിധ്യമാണ്. ദൈവം തങ്ങളോട് സംസാരിക്കുന്നു. എവിടെയൊക്കെ അവർ പോയോ ഈ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് അവർ പോയി. അപ്പോൾ വാഗ്ദാന പേടകം വഹിക്കുമ്പോൾ അവർ മനസ്സിലാക്കിയിരുന്നത് ദൈവം ഞങ്ങളോടുണ്ട്, ഞങ്ങളോട് ഈ കൽപ്പനകളിലൂടെ ദൈവം സംസാരിക്കുന്നു. കൽപ്പനകൾ അനുസരിച്ച് ആ ദൈവത്തിന് വിധേയപ്പെട്ട ഒരു ജീവിതമാണ്. അങ്ങനെയായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കും. ഇങ്ങനെയുള്ള വലിയ ഒരു ചിന്തകളുമായിട്ടാണ് കൽപ്പനകള് വാഗ്ദാന പേടകത്തിൽ സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു യാത്ര. അപ്പോൾ ഈ വചനം തന്നെ വഹിച്ചുകൊണ്ട് അവർ യാത്ര ചെയ്തു. പക്ഷേ ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ വചനം തന്നെയാണ് ഇസ്രായേൽ ജനത്തോട് സംസാരിച്ച വചനം തന്നെ മാംസം ധരിക്കപ്പെടുന്നു. അത് മനുഷ്യാവതാരമാണ്, അത് ഇമ്മാനുവേലാണ്, ദൈവം നമ്മോടൊക്കെ വസിക്കുന്നു. അപ്പോൾ ഈ വചനം ഇസ്രായേലിനോട് പറഞ്ഞ വചനം തന്നെ മനുഷ്യനായിട്ട് ജീവനുള്ളതായിട്ട് അവരുടെ ഇടയിൽ വസിക്കുന്നു. ഈ വചനത്തിന് വസിക്കാൻ ആദ്യമായിട്ടൊരിടം നൽകുന്നത് പരിശുദ്ധ അമ്മയാണ്. തന്റെ ഉദരത്തിൽ മാതാവ് ഒരു ഉദരത്തിൽ ഈശോയ്ക്ക് വസിക്കാനുള്ള ഒരു സ്ഥാനം നൽകി. ഈശോയെ ഉദരത്തിൽ വഹിച്ചു. ആ ഉദരത്തിൽ വഹിച്ചത് കൊണ്ടാണ് പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മ വാഗ്ദാന പേടകമാണ്. അതായത് വചനത്തെ, ജീവനുള്ള വചനത്തെ വഹിച്ചവളാണ് പരിശുദ്ധ അമ്മ. ഈ ജീവനുള്ള വചനവുമായിട്ടാണ് പരിശുദ്ധ അമ്മ കിടുക്കത്തിൽ എലിശായുടെ അടുക്കിലേക്ക്, എലിസബത്തിന്റെ അടുക്കിലേക്ക് പോകുന്നത്. ദൈവത്തെ ഉദരത്തിൽ സ്വീകരിച്ച് ഒരു വാഗ്ദാന പേടകം പോലെ ഈ വചനം മാംസം ധരിച്ചത് സ്വീകരിച്ചുകൊണ്ട് കിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അപ്പോൾ ഈ വചനം സ്വീകരിക്കുന്നവരൊക്കെ ചെയ്യേണ്ട ഒന്നാമത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വളരെ വേഗം ഈ വചനവുമായി യാത്ര തിരിക്കണം. വചനവുമായി യാത്ര തിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കർമ്മമണ്ഡലങ്ങളിലേക്ക്, നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് ഈ വചനത്തെ കൊണ്ടുപോകണം. വചനത്തെ സ്വീകരിച്ചവർ ആദ്യം ചെയ്യേണ്ടത് തിടുക്കത്തിൽ യാത്ര ചെയ്ത് ഈ വചനം എവിടെയൊക്കെ എത്തിക്കാൻ പറ്റുമോ അവിടെയൊക്കെ എത്തിക്കുക. ഈ വചനത്തിന്റെ സന്ദേശം, ഈ വചനം പറയുന്നത് മുഴുവനും ലോകത്ത് പ്രചരിപ്പിക്കുക. നമ്മൾ പോകുന്ന ഇടങ്ങളിലെല്ലാം നൽകുക. വചനത്തിന്റെ വാഹകരായിട്ട് മാറുക. പരിശുദ്ധ അമ്മയാണ് ചെയ്തത്. വചനത്തെ വഹിച്ച് ഈ വചനവുമായിട്ട് വളരെ വേഗം യാത്ര ചെയ്ത് പോയ സ്ഥലങ്ങളിൽ
സ്ഥലങ്ങളിലെല്ലാം വചനത്തെ പ്രസരിപ്പിച്ചതാണ് പരിശുദ്ധ കന്യകാമറിയം. ഇന്ന് പ്രിയമുള്ളവരെ, നമ്മൾ ഈ തിരുനാളിൽ പങ്കുചേരുന്നതുകൊണ്ട് ഈ വിശുദ്ധ കുർബാന അർപ്പിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഈ ദേവാലയത്തിൽ നിന്ന് പോകുന്നത് വചനവുമായിട്ടാണ്, ഈശോമിശിഹായുമായിട്ടാണ്. ഈ വചനം വഹിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. വീട്ടിലേക്ക് പോകുന്നു, നമ്മൾ മറ്റു പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഓർക്കുക, ഈശോയെ ഞാൻ വഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കേണ്ടത് സൽക്കർമ്മങ്ങളാണ്, നല്ല പ്രവൃത്തികളാണ്, തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതമാണ്. ദൈവത്തിന് യോജിക്കുന്ന പ്രവൃത്തികളായിരിക്കണം ഞാൻ ചെയ്യേണ്ടത്. നല്ല ഒരു ക്രിസ്ത്യാനിക്കും ഒരു ദൗർഭാഗ്യ ജീവിതത്തിനും യോജിച്ച കർമ്മങ്ങളായിരിക്കണം എന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെ വചനത്തെ വഹിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായിട്ട് നമുക്ക് മാറാം. നമ്മുടെ ഇടവക ദേവാലയത്തിന്റെ ശതാബ്ദിയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. ഈ ഇടവക ദേവാലയത്തിന്റെ രൂപീകരണത്തിൽ സ്ഥാപനത്തിൽ അനേകം പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇതിന് അനുവാദം നൽകുകയും ഈ ദേവാലയം പണിയാനും തുടർന്ന് പുനരുദ്ധരിക്കുവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന പിതാക്കന്മാര്, ഇതിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട വൈദികര്, ഇവിടെ ഈ ഇടവക ദേവാലയത്തിന്റെ വിവിധങ്ങളായ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്ന അൽമായ സഹോദരങ്ങള്, നമ്മുടെ സന്യസ്തര്, അപ്പോൾ ഈ ഇടവക മുഴുവനും ദേവാലയത്തിന്റെ രൂപീകരണത്തിൽ പങ്കെടുത്തവരാണ്. 99 വർഷത്തെ ചരിത്രം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിത് നന്ദിയുടെ വർഷമായി, സ്നേഹത്തിന്റെ വർഷമായി, കൂട്ടായ്മയുടെ വർഷമായി ഈ വചനത്തെ ഈ ഇടവക ദേവാലയത്തിന്റെയും ഇതിന്റെ പരിസരങ്ങളിലേക്ക് വചനവുമായിട്ട് നമ്മൾ നീങ്ങുവാനുള്ള ഒരു യാത്ര തിരിക്കാനുള്ള അവസരമായി ഈ വർഷത്തെ പരിപാടികൾ നമുക്ക് ആസൂത്രണം ചെയ്യാം. ദൈവം തന്ന നന്മകൾക്ക് നന്ദി പറയണം. ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഏറ്റെടുത്ത്, ഈ ഇടവകയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ കൂടുതൽ നല്ല ശക്തമായ തീവ്രതയുള്ള സ്നേഹബന്ധങ്ങളുള്ള നല്ല കൂട്ടായ്മ നമ്മുടെ ഇടയിൽ ഉണ്ടാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ ആളുകൾ തമ്മിൽ, പ്രത്യേകിച്ച് വിദേശത്തുള്ള ആളുകളുമായി ബന്ധപ്പെടാനും നമ്മുടെ കുട്ടികൾക്കും യുവതിയുവാക്കന്മാർക്കും പ്രായത്തിച്ചവർക്കും എല്ലാവർക്കും ഒരേ രീതിയിൽ കൂടുതൽ കാര്യങ്ങൾ, സഭാപരമായ കാര്യങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് കൂടുതൽ നന്മ ചെയ്യാനുമുള്ള ഒരവസരമായിട്ട് ഈ ജൂബിലി ആഘോഷത്തെ നമുക്ക് മാറ്റാം. അതിനുള്ള കർമ്മ പരിപാടികളെല്ലാം ആലോചിച്ചത് നന്നായിട്ട് നിർവഹിച്ചുകൊണ്ട് അത് ദൈവമഹത്വത്തിന് മനുഷ്യരുടെ നന്മയ്ക്കുമായിട്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ക്രമീകരിക്കാം. ഇന്ന് നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യ ദിനം നമ്മൾ ഓർമ്മിക്കുകയാണല്ലോ. അനേകം ത്യാഗബുദ്ധികളായിട്ടുള്ള ആളുകൾ ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത് ഈ സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ അനുസരിക്കുമ്പോൾ ഇനി നമ്മുടെ രാജ്യത്തിന്റെ സുസ്ഥിതിക്കും വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി ഈ നാട്ടിലെ പൗരന്മാരായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുക. നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുക എന്ന് പറയുമ്പോൾ ഈ നാട് ഇന്ന് ഏത് തരത്തിലുള്ള വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്നു, ഏത് തരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു, അതിനെ പരിഹരിക്കാൻ ഞാൻ ഈ നാടിന്റെ വ്യക്തി എന്ന നിലയിൽ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ പൗരൻ എന്ന നിലയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഓരോ പൗരനും ചിന്തിക്കേണ്ടതാണ്. ആരെയും വഴി പറഞ്ഞിട്ട് കാര്യമില്ല. ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളെയോ മറ്റുള്ളവരെയോ വഴി പറയുന്നതിനേക്കാൾ കൂടുതൽ ആ സംവിധാനങ്ങളിലൂടെ അതൊക്കെ നടത്തപ്പെടേണ്ടതാണ്. എങ്കിൽ കൂടിയും നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ ഈ രാജ്യത്തിന്റെ പുരോഗതിക്കും നന്മയ്ക്കും സുസ്ഥിതിക്കും സമാധാനത്തിനുമായി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഓരോ വ്യക്തിയും ചിന്തിക്കുക. ഇന്ന് ആളോഹരി കേരളത്തിന്റെ കടം എന്ന് പറയുന്നത് 26,000 രൂപയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഈ കേരളത്തിലെ ഓരോ കേരളീയനും 26,000 രൂപയുടെ കടമുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും കടം 26,000 രൂപയാണ്. 1-2 രൂപയല്ല, കടക്കാരാണ് നമ്മൾ. നമ്മുടെ നാടിന് വളരെയേറെ വെള്ളത്തിന്റെ പ്രശ്നമുണ്ട്. വെള്ളത്തിന്റെ പക്ഷേ ഇപ്പോൾ പ്രശ്നമല്ലെങ്കിൽ കൂടി നമ്മുടെ കരണ്ടിന്റെ പ്രശ്നമുണ്ട്,
നമ്മുടെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുണ്ട്, വേസ്റ്റ് മാനേജ്മെന്റിന്റെ പ്രശ്നമുണ്ട്. ഇങ്ങനെ നമ്മുടെ നാട് വളരെയേറെ മതപരമായിട്ടുള്ള സ്പർദ്ധ നിലനിൽക്കുന്നു. മറ്റുള്ള വ്യക്തികളെ അംഗീകരിക്കാനും ആദരിക്കാനും നമുക്ക് കഴിയുന്നില്ല. അങ്ങനെ നമ്മുടെ നാട് വലിയ വെല്ലുവിളികളിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ ഒരു കേരളത്തിന്റെ ഈ നാടിന്റെ പൗരൻ എന്ന നിലയിൽ ഈ കേരളം നേരിടുന്ന പ്രതിസന്ധിയെ, ഇന്ത്യ നേരിടുന്ന പ്രതിസന്ധിയെ നമുക്ക് എങ്ങനെ അതിനെ അതിജീവിക്കാൻ പറ്റും, അതിനെന്ത് പരിഹാരങ്ങൾ എന്റെ എളിയ രീതിയിൽ ചെയ്യാൻ പറ്റും നമ്മൾ ചിന്തിക്കണം. ഓരോരുത്തരും ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, സുസ്ഥിതിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി നമ്മൾ ഈ നാട്ടിലെ പൗരന്മാരെന്ന നിലയിൽ, സഹോദരി സഹോദരന്മാരെന്ന നിലയിൽ, ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാണ് എന്ന ചിന്തയോടെ തന്നെ പെരുമാറാനും ജീവിക്കാനും പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം അതിനായി പ്രത്യേകമായി അപേക്ഷിക്കണം. ഈ ദിവസങ്ങളിലെല്ലാം, ഈ ജൂബിലി ആഘോഷങ്ങളിലെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും അത് ആഗ്രഹിക്കുന്ന വിധത്തിൽ, ചിന്തിച്ചിരിക്കുന്ന വിധത്തിൽ കൂടുതൽ നന്മയ്ക്ക് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നേഹവാനായ ഈശോയെ, ശതാബ്ദിയുടെ ആരംഭം കുറിക്കുന്ന ഞങ്ങൾക്ക് ഇന്ന് ദിവ്യബലി അർപ്പിക്കുവാൻ അഭിവന്ധ്യ ഭണ്ഡാരശ്ശേരി പിതാവിനെ തന്നതിന് ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവിന്റെ ജീവിതയാത്രയിൽ ഈശോയെ അങ്ങ് താങ്ങായി തണലായി കൂടെ ഉണ്ടാവണമേ. വിശുദ്ധവും വിശ്വാസത്തിൽ അധിഷ്ഠിതവുമായ പ്രവർത്തനങ്ങളിലൂടെ കോട്ടയം അതിരൂപതയെ നയിക്കുവാനുള്ള ശക്തിയും പരിശുദ്ധാത്മാവിന് വരദാനങ്ങളും നൽകി പിതാവിനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ ഇടവകയെ നയിക്കുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചനെയും ഞങ്ങളുടെ കൈക്കാരന്മാരെയും കണക്കിനെയും ജൂബിലി കമ്മിറ്റി അംഗങ്ങളെയും സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും പള്ളിമുറിയുടെ പണി ഏറ്റെടുത്തിരിക്കുന്ന ജോലിക്കാരെയും അങ്ങയുടെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം ചെയ്യുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അനുഗ്രഹിക്കുകയും കൃപാവരമുള്ളയുമായ മാതാവിന്റെ മധ്യസ്ഥം വഴി അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. സ്വർഗാരോഗ്യയായ മറിയത്തിന്റെ പ്രാർത്ഥനയിൽ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുള്ള സഹായവും സംരക്ഷണവുമായിരിക്കട്ടെ. പരിശുദ്ധമയെ പോലെ ഞങ്ങൾ സദാ സ്വർഗീയ കാര്യങ്ങൾ സത്യപ്രതിജ്ഞിച്ചുകൊണ്ട് ജീവിക്കുവാനും നിത്യമനന്ദം പ്രാപിക്കുവാനും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായിലേക്ക്. Thank you.
ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. I don't